ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ആഷി അതോട് ചിങ്ങുവാ. ബാക്കി ജോലികൾ ചെയ്ത് തീർക്കായിരുന്ന അവനെ ഷിയാബ് അടുത്തേക്ക് വിളിച്ചു. ഉടനെ കൈയുള്ള സാധനങ്ങളൊക്കെ മാറ്റിവെച്ച് കൈ രണ്ടും കൂടി ഒന്ന് തട്ടിക്കുടഞ്ഞുകൊണ്ട് അവൻ ഷിയാബിനരികിലേക്ക് ചെന്നു. തോളിലൂടെ കൈയിട്ട് ഷിയാബ് അവനെ തന്നോട് ചേർത്തു. എന്താടാ നമ്മുടെ ആദ്യയുടെ കല്യാണമായിട്ട് നിനക്കെന്തൊരു ഉഷാറില്ലാത്ത? ഏയ് എനിക്കിത് ഒരു കുഴപ്പമില്ല. നമ്മുടെ മോള് നല്ലൊരാളുടെ കൂടെ നല്ലൊരു വീട്ടിലേക്ക് പോകുന്നതിന് നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്. എന്നാലും അവളെ പറഞ്ഞയച്ചല്ലേ പറ്റൂ. പിന്നെ ഒരുപാട് ദൂരേക്കൊന്നല്ലല്ലോ, എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെന്ന് കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്തേക്കല്ലേ. നീ ഒന്ന് നോക്ക്, ഈ മുഷിഞ്ഞ വേഷത്തിലേക്ക് നീ അല്ല വേറെ ആരെങ്കിലും വീട്ടിലുണ്ടോ? ആൾക്ക് മൈലാഞ്ചനിക്കണ്ടേ, ഫോട്ടോ എടുക്കണ്ടേ? അകത്താരുടെ പിടിയിൽപ്പെട്ടു പോയതുകൊണ്ടാ ഇതുവരെ നിന്റെ അരികിലേക്ക് അവൾ വരാതിരുന്നു. ഈ കോലത്തിലെങ്ങാനും നിന്നെ കണ്ടുള്ള അവസ്ഥ പറയണ്ടല്ലോ. കല്യാണ പെണ്ണാന്നൊക്കെ മറന്നെടുത്തിട്ട് പെരുമാറും നിന്നെ. അത് ചെയ്യിപ്പിക്കുന്നതിന് മുന്നേ പെട്ടെന്ന് ഫ്രഷായി വന്നു, അതായിരിക്കും നിന്റെ ആരോഗ്യത്തിന് നല്ലത്. ഷിയാബിന്റെ സംസാരം ആഷിയുടെ മനസ്സിനെ തണുപ്പിച്ചു. അവന്റെ മുഖം തെളിഞ്ഞു, ഒപ്പം ചുണ്ടിൽ പുഞ്ചിരിയും. ഇപ്പൊ വരാമെന്നും പറഞ്ഞ് ഡ്രസ് ചേഞ്ച് ചെയ്യാൻ അവൻ അകത്തേക്ക് ഓടിക്കയറി. സ്റ്റെയറിലേക്ക് കാറെടുത്ത് വെക്കുമ്പോഴാണ് പുറകിൽ നിന്ന് അവളുടെ വിളി കേൾക്കുന്നത്. ആഷി. അവൻ തിരിഞ്ഞു നോക്കി. നീ ഇതൊരു റെഡിയായില്ലേ? പിന്നെ എനിക്ക് നിന്നെ പോലെ ഒരുങ്ങിക്കെട്ടി ഇരുന്നാ മതിയല്ലോ. ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യുന്നു വിചാരിച്ചിട്ടാ? 4 ഭാഗത്തുനിന്ന് വിളിയാ ആഷി ആഷി ആഷി. ഇവിടെ വേറെ മനുഷ്യന്മാരൊന്നില്ലേടി എന്നിട്ടിങ്ങനെ ഓടിക്കാൻ. ഒക്കെ പോട്ടെ, അതിൻ്റെ ഇടയിൽ കൂടിയാ അവളുടെ ഒരു ചോദ്യം, റെഡിയായില്ലേന്ന്. ഞാൻ വരാതെ ഇങ്ങനെ ഇവിടെ പരിപാടി തുടങ്ങട്ടെ, അപ്പൊ പറഞ്ഞുതരാൻ ബാക്കി. ഗൗരവന്നടിച്ച് പറഞ്ഞവൻ അവളുടെ മണ്ടക്കിട്ടൊരു മേട്ടം വെച്ചു കൊടുത്തു. പെട്ടെന്ന് മുകളിലേക്ക് കയറിപ്പോയി. തലയൊഴിഞ്ഞ് പല്ലുവിളിച്ച് കാട്ടി അവളാവൻ പോയ വഴിയെ നോക്കി നിന്നു. നേരം 12 മണിയോട് അടുത്തപ്പോഴാണ് ഫ്രീ ആയിട്ടൊന്ന് ബെഡിലേക്ക് ചായുന്നത്. അപ്പോൾ തന്നെ വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി. ഒരു ലോഡ് മെസ്സേജിൽ വന്ന് കിടപ്പുണ്ട്. ആദ്യയുടെ തന്നെ ആദ്യം ടൈപ്പ് ചെയ്തു. ഫുൾ ഫോട്ടോസാണ്. ഒരു പച്ചമയം. മെഹന്തി നൈറ്റാണെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവരും പച്ചയിൽ കുളിച്ച് നിൽക്കുന്നു. അവൻ ഓരോ ഫോട്ടോസും പ്രത്യേകമായി എടുത്തു നോക്കി. എല്ലാത്തിലും എല്ലാവരും നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും അവന്റെ കണ്ണുടക്കിയത് അതിൽ മാത്രം. പച്ച ഡ്രസ്സിൽ അവൾ കൂടുതൽ മൊഞ്ചത്തിയായിട്ടുണ്ട്. അവൻ ഫോട്ടോ ഒന്നുകൂടി സൂം ചെയ്തു. എത്ര ദിവസമായി പെണ്ണിനെ ഒന്ന് കണ്ടിട്ട്, മര്യാദക്കൊന്ന് സംസാരിച്ചിട്ട്. ഫെബിക്ക് ആ കൂടി ഒരു ഇടങ്ങേറ് തോന്നി. എന്തോ നെഞ്ചിനൊരു ഭാരം പോലെ. ഒന്ന് പോയി കണ്ടാലോടെ എന്ന ചിന്ത കടന്നുകൂടി. കിടന്നിടന്ന് എഴുന്നേറ്റ് 3-4 മിനിറ്റ് അങ്ങനെ ആലോചിച്ചിരുന്നു. ശേഷം ബൈക്കിന്റെ കീമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. പതുക്കെ ചെന്ന് റെയ്ഹാന്റെ റൂമിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. കട്ടിലാവും മാത്രമല്ലെന്ന് മുറിയിൽ ആരന്റെ വെളിച്ചത്തിൽ നിന്ന് മനസ്സിലായി. മെല്ലെ റെയ്ഹാനെ തട്ടി വിളിച്ചു. ഡാ റെയ്ഹു. ഉറക്കം പിടിച്ച് വരുന്നേയുള്ളായിരുന്നു അവൻ. പെട്ടെന്ന് ഞെട്ടി കണ്ണുകൾ തുറന്നു. ഞാനടാ ഫെബിയ. എന്താ? ഇരുട്ടത്ത് അങ്ങനെ വന്നിരിക്കുന്ന കണ്ട് ആദ്യം അവനൊന്ന് ഭയന്നു. ഞാനിവിടെ വരെ പോവാ, അതോ എന്നെ കാണാഞ്ഞ വല്ലൊരു അന്വേഷിച്ച എന്തെങ്കിലും തട്ടിക്കൂട് കള്ളമണി നീ പിടിച്ചെന്നാണോ? എങ്ങോട്ടാണെന്ന് പറ, എന്നിട്ടല്ലേ. അത് ആദ്യം നോക്കുകയാണെങ്കിൽ എനിക്കൊരു സ്വസ്ഥമായിട്ട് നേടാ, കണ്ടേ പറ്റൂ ഇപ്പൊ തന്നെ. ഈ പാതിരാത്രിയിലോ? അറിയാൻ കണ്ണുപിടിച്ചു. അതൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിലേ നീ ഒരു കാമുകനാവണം. ഇതിപ്പോ ചങ്കിലും ഉള്ളറച്ച അവസ്ഥയാ, പോയേ പറ്റൂ. അതും പറഞ്ഞ് ധൃതിയിൽ എണീറ്റ് ഫെബി പുറത്തേക്ക് നടന്നു. റെയ്ഹാൻ അന്തം വിട്ട് ഒരു നിമിഷം അവൻ പോയ വഴിയെ നോക്കിയിരുന്നു. ശേഷം ബെഡിലേക്ക് തന്നെ മറിഞ്ഞു. ബുള്ളറ്റിലായതുകൊണ്ട് തന്നെ വീടിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് അവൻ പാർക്ക് ചെയ്ത്. അതിൽ നിന്നിറങ്ങി ഒന്ന് ചുറ്റിലും നോക്കി. കല്യാണമായതിനാൽ റോഡിൽ വരെ വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറിയ പേടി തോന്നാതിരുന്നില്ല. കള്ളന്മാരെയൊക്കെ സമ്മതിച്ചു കൊടുക്കണം. അതുങ്ങൾ എങ്ങനെയാണോ സ്ഥിരമായിട്ട് ഈ പരിപാടിക്ക് പോകുന്നത്? പമ്മി നടക്കുന്നതിനിടയിൽ അവൻ സ്വയം പറഞ്ഞു. ഗേറ്റ് എത്തിയതും പാതിയോർന്നകത്തേക്ക് തലയിട്ട് നോക്കി. ആളനക്കം കാണാഞ്ഞ് മുറ്റത്തേക്ക് കടന്നു. പണിക്കാരൊക്കെ സിറ്റൗട്ടിലും തിണ്ണയിലുമായി കിടന്നുറങ്ങുന്നുണ്ട്. ഒന്നുകൂടി ചുറ്റിലും വീക്ഷിച്ച് മുന്നോട്ട് കാലെടുത്ത് കുത്തിയതും അവിടെ സൈഡിലായി അടുക്കി വെച്ചിരുന്ന പാത്രങ്ങളെല്ലാം കൂടി നിലത്തേക്ക് വീഴാൻ പോയതും അവനതിനെ ബാലൻസ് ചെയ്ത് നിർത്തിയത് ഒരുമിച്ചായിരുന്നു. ഇപ്പൊ തീർന്നേനെ. പെണ്ണിന്റെ മുഖം ഒരു നോക്ക് ദർശിക്കാനുള്ളൊരു കഷ്ടപ്പാട് പടച്ചോനെ. അവൻ നെഞ്ചത്ത് കൈവച്ചു. എല്ലാവരും നല്ല ഉറക്കമാണ്. വീണ്ടും ചൂടുകൾ എടുത്തു വെച്ചു. ഫ്രണ്ടിൽ അത്രയും ആളുകൾ ഉള്ളതുകൊണ്ടാവണം ഡോറ് ലോക്കലായിരുന്നു. പെട്ടെന്ന് തുറന്ന് അകത്തേക്ക് കയറി. ചെറിയ വെളിച്ചമുണ്ട്. അതുകൊണ്ട് തന്നെ മുക്കിലും മൂലയിലും കിടന്നുറങ്ങുന്നവരെ അവന് കാണാമായിരുന്നു. അവരെയൊക്കെ മറികടന്ന് സ്റ്റെയർ കയറി മുകളിലെത്തി. അവളുടെ റൂം അറിയാം. നേരെ അങ്ങോട്ട് ചെന്നു. വീട്ടിൽ 2 രൂപങ്ങൾ. രണ്ടും ആന കുത്തിയാ പോലും അറിയില്ലെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ അവന് മനസ്സിലായി. പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് സ്ക്രീൻ ലൈറ്റ് തെളിയിച്ച് മെല്ലെ അവരുടെ അടുത്ത് ചെന്നിരുന്നു. ആഷി സാധാരണ കിടക്കുന്ന പോലെ കട്ടിൽ കമിഴ്ന്ന് കിടക്കുന്നു. അവന്റെ പുറത്ത് തലവെച്ച് ആദ്യ വിലങ്ങിനെയും. നല്ല ഉറക്കമാണ്. ആ മുഖം കണ്ടപ്പോൾ തന്നെ അവന്റെ ഉള്ളിലൊരു തണുപ്പ് അനുഭവപ്പെട്ടു. ഇനി കല്യാണം കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് വരുമ്പോ കൂടെ ആഷിമാണെന്ന് വാശി പിടിക്കവള്. അവളുടെ കാര്യ ഒന്നും പറയാൻ പറ്റില്ലേ. ആലോചിച്ചുകൊണ്ട് കുറച്ച് സമയം അവൾ തന്നെ നോക്കിയിരുന്നു. അപ്പോഴാണ് അവളുടെ കയ്യിലെ മൈലാഞ്ചി അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. 2 കൈകളിലും മുട്ടുവരെ ഇട്ടിട്ടുണ്ട്. നോട്ടം പിന്നെ അവളുടെ മുഖത്തേക്കായി.
ഉറങ്ങുന്ന കാണാൻ നല്ല ഭംഗി. കണ്ണിമച്ചിമ്മാതെ അവനിങ്ങനെ ഇരുന്നു. ആ ഇരുത്തം പന്തിയായില്ല, മനസ്സിളകാൻ തുടങ്ങി. ഒരു ഉമ്മ കവളിൽ കൊടുക്കാമെന്ന് മടങ്ങിപ്പോവാൻ കഴിയില്ലെന്ന് തോന്നിയതും മെല്ലെ അവളിലേക്ക് അടുത്തു. പെട്ടെന്നാണ് അവൻ ഓർത്ത്, അതിരം അവളുടെ കവിളോരം ചേരുമ്പോൾ പെണ്ണുങ്ങാനും കാറ് വിളിച്ചാൽ ആകെ മൊത്തം നാറ്റക്കേസാവും. വീട്ടിലുള്ള എല്ലാവരും അറിയും. ചെക്കന് മറ്റന്നാൾ വരെ കാക്കാനുള്ള ക്ഷമയില്ലെന്ന് പറയില്ലേ അവര്. അയ്യേ, അവന്റെ ബോധമണ്ഡലം പ്രവർത്തിച്ചു. ഒന്നും നോക്കിയില്ല, ആള് വിളിച്ചുകൊണ്ട് താൻ തീരുമാനിച്ചു. ആദി ആദി. കവിളിൽ തട്ടിക്കൊണ്ട് അവൻ പതിയെ വിളിച്ചു. യാതൊരു കുലുക്കവുമില്ല. അതറിഞ്ഞ് അവൻ വീണ്ടും അവളുടെ കവിളിൽ തട്ടി. ആദി ആദി. ഇടയ്ക്ക് മിഴികൾ ആശയിലേക്ക് നീളുന്നുണ്ട്. അവനെങ്ങാനും പെട്ടെന്ന് ഉണർന്നാലൊന്ന് പേടിച്ച് കവിളിൽ തുരുതുരാ തട്ടി വീണപ്പോൾ ഒരു മൂളലോടുകൂടി അവളൊന്ന് കൂനിക്കൂടി. എന്റെ റബ്ബേ, പിശാശ്, എന്തൊരു ഉറക്കം ഇത്! ശബ്ദം താഴ്ത്തി അവൻ ഒന്നുകൂടി കടുപ്പിച്ച് വിളിച്ചു. ആ വിളിയിൽ അവൾ പതുക്കെ മിഴികൾ തുറന്നു. മുന്നിലൊരു ആൺരൂപം അവളുടെ ഉള്ളൊന്ന് കാളി. ബഹളം വയ്ക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടെ വായുപത്തി പിടിച്ചു. നശിപ്പിക്കലടി, ഇത് ഞാനാ, നിന്റെ കണവൻ. അതും പറഞ്ഞ ആ ഫോണിന്റെ വിളിച്ച സ്വന്തം മുഖത്തേക്ക് നീക്കി. അപ്പോഴാണ് അവളുടെ കണ്ണ് ശരിക്കും തള്ളിയത്. അവൻ അവളുടെ ചുണ്ടുമേൽ വെച്ച കൈയെടുത്ത് മാറ്റി ലൈറ്റ് അണച്ച് ഫോൺ പോക്കറ്റിലേക്ക് തിരികെ. ഫെബിക്ക വിളിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റിരുന്നു. ആ വിളിക്ക് അവന് ഉത്തരം കൊടുത്തില്ല. പകരം അവളെ കൈകൾ കോരിയെടുത്ത് പുറത്തേക്ക് നടന്നു. ഫെബിക്ക മിണ്ടാതിരി. അവൾ വാടച്ചൊരു നിമിഷം അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ശേഷം ആ ഇടനെഞ്ചിലേക്ക് തലയാഴ്ച വെച്ച് കണ്ണുകൾ അടച്ചു. ഫെബി അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ചുണ്ടിൽ നേരത്തെ പുഞ്ചിരിയുമായി അവളെയും കൊണ്ട് അവൻ ടെറസിലേക്ക് നടന്നു. അവന്റെ കാലുകൾ നിശ്ചലമായി എന്നറിഞ്ഞിട്ടും കണ്ണുകൾ തുറക്കാതെ അവൾ അങ്ങനെ ഒട്ടിക്കിടന്നു. നിലത്തേക്ക് ഞാൻ എനിക്ക് ഉറങ്ങണം. എന്തിനാ എന്നെ എടുത്തുകൊണ്ട് വന്ന്? ഇനി അങ്ങനെ തന്നെ നിന്നു, അതിൽ തിരികെ കൊണ്ടുപോയി കിടത്തിക്കോ. അവൾ ചിണുങ്ങി. അവനൊന്നും പറഞ്ഞില്ല. പകരം തലകുനിച്ച് പിടിച്ച് താടികളുടെ മുഖമാകെ ഓടിച്ചു. ഒരു ശബ്ദത്തോടെ അവൾ അവന്റെ കൈക്കുള്ളിൽ നിന്നും ചാടി ഇറങ്ങി. അങ്ങനെ വഴിക്ക് വാ മോളെ. എന്നെ കൊണ്ട് പറയിപ്പിക്കണം മനുഷ്യ, പാതിരാത്രി കാര്യമൊന്നും പറയാനായിട്ട്. അവൾ അവനെ തുറച്ചു നോക്കി. പോരാഞ്ഞിട്ട്? ഒരു പ്രത്യേകതരം നോട്ടത്തോടെ മീശ പിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങി. ഫെബിക്ക വേണ്ട കേട്ടോ. ആ നോട്ടത്തിലെ ധ്വനി മനസ്സിലാക്കിയതും ഒരടി പുറകോട്ട് നീങ്ങി അവൾ. അവനത് കാര്യമാക്കിയില്ല. പെട്ടെന്ന് അവളുടെ വയറിന്റെ ഇരുവശത്തും കൈവച്ച് അമർത്തി പിടിച്ചു. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട കേട്ടോ. അവൾ ഭീഷണി മുഴക്കി. അത് കേട്ട് നീ എന്നെ എന്ത് ചെയ്യുമെന്ന ഭാവത്തിൽ അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. മൈലാഞ്ചിയ കയ്യിലിരിക്കുന്നു, മോത്രങ്ങ് തേച്ചിരുഞ്ഞാൻ അല്ല പിന്നെ. ആഹാ, എന്നാൽ അതൊന്ന് കാണട്ടെ. ഒറ്റ വലിക്കവൻ ആദ്യം തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് വരിഞ്ഞു മുറുക്കി. വേണ്ട ഫെബിക്ക പ്ലീസ്, പാവല്ലേ ഞാൻ, എന്നെ വിട്ടേക്ക്. അവൾ നിന്ന് കെഞ്ചി. നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. അവളുടെ മിഴികളിൽ നിന്ന് ഓട്ടം പിൻവലിക്കാതെ നേരത്തെ ശബ്ദത്തോട് അവൻ ചോദിച്ചു. അത് ഞാൻ വെറുതെ. ആ നോട്ടത്തിന്റെ തീവ്രതയിൽ അലിഞ്ഞു പോയ അവൾ പതിയെ ചുണ്ടുകൾ അനക്കി. ഏതായാലും നീ ഇത്രയും ദൂരം വന്നല്ലേ, ഒരു കിസ്സടിക്കാതെ എങ്ങനെയാ പോകുന്നത്? പറഞ്ഞു തീർന്നില്ല. അതിനു മുന്നേ അവളുടെ ആദരങ്ങൾ അവൻ നുകർന്നിരുന്നു. എതിർക്കാനോ തള്ളാനോ നിൽക്കാതെ സ്വയം മറന്ന് അവളും അതിൽ അലിഞ്ഞു ചേർന്നു. നിമിഷങ്ങൾക്ക് ശേഷം പതിയെ ഇരുവരും അകന്നു മാറി. ആദ്യം നിന്ന് കിതക്കിയാണ് ഫെബിയുടെ മുഖമാകെ കുസൃതി. ഒരു കിസ്സിൽ തന്നെ പൊണ്ടാട്ടി ഇങ്ങനെ തളർന്നാലെങ്ങനെയാ? നാളെ കൂടി കഴിഞ്ഞാൽ തുടങ്ങിയല്ലേ നമ്മള്. എന്ത്? ഒന്നും മനസ്സിലാവാത്ത പോലെ അവൾ നിന്ന് എറ്റി വിളിച്ചു. പീഡനമായിരിക്കും, മൃഗീയ പീഡനം. ഇത്രയും നാളെ എന്നിട്ട് വട്ടം കളിപ്പിച്ചതിന് ഒരു കിസ് ചോദിച്ചാൽ പോലും തരില്ല അവള്. ഒടുക്കത്തെ ജാടിയും ഡിമാൻഡും. എന്നാലും ഞാൻ തരുന്നതൊക്കെ ഒന്നൊഴിയാതെ വാങ്ങിയൊക്കെയും ചെയ്യും. നിന്നെ ശരിയാക്കി തരാം. എല്ലാത്തിനും കൂടെ കണക്കാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അവൻ വീണ്ടും മീശത്തുമ്പ് പിരിച്ചു. അവൾ പതിയെ മിഴികൾ ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. അറ്റമില്ലാത്ത പ്രണയം ഇരു ഹൃദയങ്ങളിലും മലയടിച്ചുയരുന്ന് രണ്ടുപേരും അറിയുന്നുണ്ടായിരുന്നു. വെളുക്കുവാൾ ഒരുമിച്ച് നിൽക്കാൻ രണ്ടുപേരുടെ ഉള്ളു തുടിയൊട്ടിയെങ്കിലും സാധിക്കില്ലല്ലോ. പുലരുന്നതിന് മുമ്പ് അവന് വീടെത്തിയേ പറ്റൂ. എങ്കിലും കുറച്ച് സമയം കൂടി അവൾക്കൊപ്പം ചെലവഴിച്ചു. ശേഷം നിക്കാതെ കഴിഞ്ഞ് കാണാമെന്ന് പറഞ്ഞ് അവൾ ആഷിയുടെ അടുത്ത് തന്നെ കൊണ്ടുപോയി കിടത്തി വന്ന പോലെ അവൻ മടങ്ങിപ്പോയി. ആദി, ഇനിയൊരു വിളിയുണ്ടാവില്ല. വെള്ളം കൊണ്ടുവന്ന് തലയിൽ കൂടി കമിഴ്ത്തരും ഞാൻ. ആഷി ഒച്ചയെടുത്ത് പറഞ്ഞു. അവൾ മെല്ലെ കണ്ണുകൾ വലിച്ചു തുറന്നു. എടാ, എനിക്ക് വയ്യ, ഉറക്കം വിടുന്നില്ല, കണ്ണുറക്കാൻ പറ്റുന്നില്ലടാ. റെസ്റ്റില്ലാതെ നടക്കുകയും ചെയ്യില്ല കുറച്ച് ദിവസമായിട്ട്. അതിൻ്റെയാണ് തോന്നുന്നു നല്ല ക്ഷീണം. ബെഡിൽ നിന്നും പൊങ്ങാതെ അവൾ പുലമ്പിക്കൊണ്ടിരുന്നു. ഷിയാബിക്ക് ചോദിച്ചപ്പോൾ നീ കുളിക്കാണെന്ന് ഞാൻ പറഞ്ഞു. വേഗം എഴുന്നേറ്റോ, ഇങ്ങോട്ട് കയറുമെന്നങ്ങനെ നിന്നെ കണ്ടാറുണ്ടല്ലോ. കല്യാണമാണെന്ന് ഓർക്കൂല, ഇക്കാരെ വായിലിരിക്കുന്ന മുഴുവൻ കേൾക്കേണ്ടി വരും. സമയം എന്തായടാ? 11 കഴിഞ്ഞു. ഇന്ന് പുലരുന്നവരെ കണവനോട് കൂടെ ഒന്ന് ഉറക്കൊഴിച്ചാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഇവനോട്. ചിന്തിച്ചുകൊണ്ട് അവൾ ബെഡിൽ എഴുന്നേറ്റിരുന്നു. പറഞ്ഞ പോലെ ഷിയാബിക്ക് എങ്ങനെ കയറി വന്ന് നോക്കിയാ യുദ്ധത്തിന് ഇത് മതി. ആൾക്കറിയാമായിരുന്നു. പെട്ടെന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ കയറി. ഇക്ക ഇക്ക. അറിയാൻ നിർത്താ ഫെബിയെ തട്ടി തട്ടി വിളിച്ചുകൊണ്ടിരുന്നു.
ഇവിടെ ഈ അവസ്ഥക്ക് മാറ്റമില്ല ഗോയിസ്, മാറ്റമില്ല. സ്വന്തം കല്യാണത്തിന് തലേ ദിവസമാണെന്ന് പോലും ഓർക്കാതെ ബോധം കിട്ട് ഉറങ്ങിയാണ് ഫെബി. ഇക്ക എന്താടാ? കണ്ണുറക്കാവൻ ചോദിച്ചു. സമയം 11 കഴിഞ്ഞു. എത്ര? ഒരലർച്ചയോടെ കണ്ണുകൾ വെട്ടി തുറന്ന് ചാടി എഴുന്നേറ്റാൻ ബെഡിലിരുന്നു. എത്രയെന്ന് പറഞ്ഞു? 11 മണി. വിശ്വാസം വരാതെ ഫെബി അരികളുടെ ഫോൺ എടുത്ത് നോക്കി. 11:08. പുതപ്പ് വലിച്ചു മാറ്റി ടവലുമെടുത്താൻ ബാത്റൂമിലേക്ക് ഓടിക്കയറി. കുളിയും ഭക്ഷണം കഴിപ്പൊക്കെ കഴിഞ്ഞ് ആദ്യം ലൈറ്റായിട്ടൊന്ന് ഒരുങ്ങി. ഉച്ചക്കുമ്പ് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ഇടയ്ക്ക് ഫെബിയെ വിളിച്ച് സംസാരിച്ചു. അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. സമയം അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു. ഉച്ചക്കത്തെ ഫുഡ് ഹോട്ടൽ ചടങ്ങ് കഴിഞ്ഞ് വിശ്രമത്തിനെന്നോണം കസേരകൾ നിരത്തി എല്ലാവരും വട്ടയിരുന്ന് സഭ കൂടുന്ന നേരത്താണ് ഗേറ്റും കടന്നൊരു വൻ പടവിരുന്ന്. നമ്മുടെ ഗ്യാങ്. ഒരു വേള ആശയുടെ നോട്ടം ആ ഭാഗത്തേക്ക് എത്തിയതും പടച്ചോനെ എന്ന് വിളിച്ച് തലയിൽ കൈവച്ചുകൊണ്ട് അവൻ ഇരുന്നിടത്ത് എഴുന്നേറ്റു. അതുകൊണ്ട് എല്ലാവരുടെയും നോട്ടം ആ ഭാഗത്തേക്കായി. ഒരു കോളേജ് ഇളകി വരുന്നു. ആദിയുടെ മുഖത്ത് എറിഞ്ഞ പുഞ്ചിരി. രണ്ടുപേരും കൂടെ അവർക്ക് നേരെ തിരിഞ്ഞു. എന്താ വിശേഷങ്ങളെന്ന് ചോദിക്കാൻ തുടങ്ങിയതും അതിലൊരു പയ്യൻ വന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിച്ച് ആഞ്ഞു 4 കുത്തുകുത്തി. അല്ലാ പടച്ചോരേ! വേദന കൊണ്ട് പൊളഞ്ഞുപോയി അവൾ നിന്ന് മുഖം ചുളുക്കി. ജന്തു, കൈ ഒടിഞ്ഞു പോയുടെ തിണ്ടി! ആളവന് നോയി പല്ലിരിച്ചു. പകരം നന്നായെന്ന് വിളിച്ചു കൊടുത്തു. അപ്പോഴേക്കും അവർക്ക് ഇരിക്കാനായി എല്ലാവരും ചെയർ ഒഴിഞ്ഞു കൊടുത്തിരുന്നു. പിന്നെ അവരായി വിശേഷം പറച്ചിൽ. ആദ്യം മൈലാഞ്ചി നോക്കലും ഡ്രസ്സിനെ കുറിച്ച് സംസാരിക്കലൊക്കെയായി സമയം കടന്നുപോയി. അതിനിടയിൽ അവർ കുടിക്കാനുള്ള ഡ്രിങ്ക്സ് എത്തിയിരുന്നു. ആകെ മൊത്തം കല്യാണ വീടിന്റെ ബഹളം തുടങ്ങി. അപ്പോഴാണ് ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആഷിയും റിൻഷയും മാത്രമായി കുറച്ച് മാറിയെന്ന് സംസാരിക്കുന്നു. ഇടയ്ക്ക് കളിയും ചിരിയൊക്കെ ഉണ്ട്. കണ്ടിട്ട് എന്തോ വലിയ തീരുമാനം എടുക്കുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അവൻ നിന്ന് കുറുകയാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു. ഇതിനിടയിൽ ഇവർ ഇത്രയും വളർന്നോടച്ചോനെ എന്നായിരുന്നു അവളുടെ ചിന്ത. പെട്ടെന്ന് അവൾക്കൊരു കുസൃതി തോന്നി. അവരുടെ ഓപ്പോസിറ്റായി ഷിയാബും ഷിഫയും നിൽക്കുന്നുണ്ട്. അവർ സീരിയസ് ആയിട്ട് എന്തോ പറയുകയാണ്. ആദ്യമില്ല അവർക്കരികിലേക്ക് നടന്നു. ഷിയാബ്ക, അവൻ മുഖമുയർത്തി നോക്കി. എന്താടി? അവൾ ആഷി റിൻഷയിൽ നിൽക്കുന്ന ഭാഗത്തേക്ക് കണ്ണിട്ട് കാണിച്ചു. ഷിയാബും ഷിഫയും ഒരുമിച്ച് അങ്ങോട്ട് നോക്കി. ഇവിടേക്ക് കയറി വരാനുള്ള കുട്ടിയേക്ക, പേര് റിൻഷ. അവൾ പറഞ്ഞു കേട്ട് രണ്ടിനെയും കണ്ണു തള്ളി. സിംഗിൾ പ്രസംഗിയാണെന്ന് പറഞ്ഞിട്ട് ചോദ്യം കോറസിൽ വന്നു. വെറുതെ അണ്ടർഗ്രൗണ്ടിലൂടെയുള്ള ലൈൻ വലിയ, അതുകൊണ്ട് ആരും അറിയാത്ത. ഷിയാബും ഷിഫയും അവരെ തന്നെ വീക്ഷിച്ചിരുന്നു. ഒപ്പം ആദിയും. രണ്ടും പൊരിഞ്ഞ കത്തിവെപ്പിലാണ്. ചുറ്റും നടക്കുന്നൊന്നും അറിയുന്നേയില്ല. ഷിഫയും ആദിയും അടക്കിച്ചിരിക്കുമ്പോൾ ഷിയാബ് മുഖത്തെ കൃത്രിമ ദേഷ്യം വരുത്തിച്ചു. സംസാരത്തിനിടയ്ക്ക് എപ്പോഴോ റിൻഷയുടെ നോട്ടം അവരിലേക്ക് പാറി വീണു. അതോടെ അവിടെ വായ സ്വിച്ചിട്ട പോലെ അടഞ്ഞു. ആ മുഖത്തെ പരവേശം കണ്ട് ആഷിയും തലയിരിച്ച് നോക്കി. അവിടുത്തെ കാഴ്ച ചെറുതായെന്ന് ചമ്മി. രണ്ടുപേരുടെ അടുത്തേക്ക് വരാൻ ഷിയാബ് കൈകൊണ്ട് കാണിച്ചു. ഒന്ന് പരസ്പരം നോക്കിയ ശേഷം അവർ ഷിയാബിനടുത്തേക്ക് ചെന്നു. ഇക്കാനെയും ഷിഫത്തെയും നോക്കി നല്ല വോൾട്ടേജോടുകൂടി ചിരിയങ്ങ് പാസ്സായി കൊടുത്തു. ശേഷം അവന്റെ നോട്ടം ആദിയിലേക്ക് നീണ്ടു. ആ മുഖം കണ്ടാലറിയാം എന്തോ പണിയൊപ്പിച്ചുള്ള നിൽപ്പാണെന്ന്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്ന് അവനും തലയനക്കി. ഷിയാബും ഷിഫയും അവരെ വളഞ്ഞിട്ട് ചോദ്യം ചെയ്യുന്ന തക്കത്തിന് ആദ്യമെല്ലാം അവിടുന്ന് സ്കൂട്ടായി. പോകുന്നതിന് മുമ്പ് അവനിട്ടൊരു പണിയെടുത്തപ്പോ ആഹാ എന്താ ഒരു സമാധാനം. അവിടുന്ന് സ്ഥലം കാര്യാക്കുന്നിടയിൽ സ്വയം പറഞ്ഞ് ചിരിച്ചു അവൾ. ആദി മോളെ, ഇതേ ആളുകൾ വന്നു തുടങ്ങി. ആരെയെന്ന് വെച്ചാൽ വിളിച്ച് നീ പെട്ടെന്ന് റെഡിയായി ഇറങ്ങാൻ നോക്ക്. മൂത്തുമന്ത്രി കാണിച്ചു അവൾ അനുസരണയോടെ തലയാട്ടി. ഷിഫയോട് പറയാൻ വേണ്ടി വീണ്ടും അവളുടെ അടുത്തേക്ക് തന്നെ തിരിഞ്ഞപ്പോഴാണ് ഫ്രണ്ട്സ് അവളെ പുറകിൽ നിന്ന് വിളിക്കുന്നത്. ആദി, ഒരു മിനിറ്റ്. എന്താടാ? ഒരു അരമണിക്കൂർ തരും ഞങ്ങൾക്ക്. വെറും അരമണിക്കൂർ, അത് മതി. എന്താ കാര്യം? ഉണ്ട്, പറയാൻ നിഷ. അവൻ നിഷയ്ക്ക് നേരെ തിരിഞ്ഞു. അവളുടെ നോട്ടം അവനിലേക്കായി. അതെടുത്തിട്ട് വാ. ഓ, ഞാൻ മറന്നു. ഷിയാബിനോട് ഷിഫയോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൾ ഗേറ്റിനടുത്തേക്ക് നടന്നു. അവളെ പിന്തുടർന്നുകൊണ്ട് കുറച്ച് ഗേൾസും ബോയ്സും. ആഷി കാര്യം മനസ്സിലാവാതെ ആദ്യം നോക്കി പുരികമുയർത്തി. അവൾ എനിക്കറിയില്ലെന്ന ഭാഗത്തിൽ ചുമൽ കൂച്ചുകൊണ്ട് കൈമളത്തി കാണിച്ചു. രണ്ടുപേരുടെയും നോട്ടം ഒരുപോലെ ഗേറ്റിന് വെളിയിലേക്ക് നീണ്ടു. അല്പം കഴിഞ്ഞ് കുറച്ച് ബോക്സുകളും കവറുകളൊക്കെയായി തിരികെ വരുന്ന അവരെ തന്നെ അവൾ നോക്കി നിന്നു. അവരടുത്തെത്തിയതും കൂട്ടത്തിൽ ഒരു പയ്യൻ വന്ന് റിൻഷയുടെ കയ്യിൽ നിന്ന് കവർ വാങ്ങിച്ച് ആദിക്ക് നേരെ നീട്ടി. എന്താ ഇത്? അവൾ സംശയത്തോടെ കവറിലേക്ക് അവൻ്റെ മുഖത്തേക്ക് മാറി മാറി നോക്കി. നിനക്കുള്ള ഞങ്ങൾ ഗിഫ്റ്റ്. പെട്ടെന്ന് ചെല്ല്, പോയി ചേഞ്ച് ചെയ്തിട്ട് വാ. ആദ്യം ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കി നിന്നു. അതുകൊണ്ട് റിൻഷ അവളെ കയ്യിൽ പിടിച്ച് വലിച്ച് മുറിയിലേക്ക് കൊണ്ടുപോയി. എന്താടി നീ ഇങ്ങനെയൊന്നും പറ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കയ്യിലിരിക്കല്ലേ, തുറന്നു നോക്ക്. റിൻഷ പറഞ്ഞു. അവൾ ബെഡിലേക്ക് ഇരുന്നു. വേഗത്തിൽ കവർ തുറന്നു നോക്കി. അതിനുള്ളിലുള്ള സാധനം വലിച്ച് പുറത്തേക്ക് എടുത്തപ്പോൾ തന്നെ അവളുടെ അതിരം താനേ വിടർന്നു വന്നു. അത് കണ്ടു നിന്ന റിൻഷയുടെയും. കവർ മാറ്റിവെച്ച് ഇരു കൈകൾ കൊണ്ട് അവളെ നിവർത്തി പിടിച്ചു. ബേബി പിങ്ക് കളറിലെ ഒരു ഗൗൺ. വാ, അടിപൊളി. ആരുടെ സെലക്ഷൻ ഇത്? ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ വരുന്ന വഴിക്ക് വാങ്ങിച്ചാ. നിനക്ക് ഇഷ്ടമായോ? പിന്നെ സൂപ്പർ എന്ന് പറയാൻ സൂപ്പർ. എന്നാ വേഗം ചേഞ്ച്. 5 മിനിറ്റ് എടുക്കാവും, ഞാൻ പുറത്തുണ്ടാവും. എടി ഇപ്പോഴോ? എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. അതൊക്കെയുണ്ട്, നീ പെട്ടെന്ന് വന്നാൽ മതി.
സംസാരിച്ചെന്ന് പിന്നെയും സമയം കളയാതെ റിൻഷ പുറത്തേക്ക് കടന്നു. അവൾ പറഞ്ഞ പോലെ ആദ്യം പെട്ടെന്ന് ഡ്രസ്സ് മാറി ഷാളും എടുത്ത് തലയിലേക്ക് ഡോർ തുറന്നു. റിൻഷ ഒരു നിമിഷം കണ്ണെടുക്കാതെ അവൾ തന്നെ മിഴിച്ചു നോക്കി. വെറുതെ അല്ല മോളെ, സാറ് നിന്നെ പിടിച്ചു പിടിയാലെ കൊണ്ടുപോയത്. എവിടക്കത്തെ മൊഞ്ച് കണ്ടിട്ട് തന്നെയാ. താഴെ കിടക്ക്, എല്ലാരും വെയിറ്റിംഗാ. ആശി വന്ന് നോക്കിപ്പോയതേ ഉള്ളൂ. ഇപ്പോ രണ്ടുപേരും താഴേക്ക് നടന്നു. വീടിന്റെ ഫ്രണ്ടിലേക്ക് കടന്നു. ഒരു നിമിഷം അന്തിച്ചു നിന്നു ആദി. 10-15 മിനിറ്റ് കൊണ്ട് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട്. നിറയെ ബലൂണുകളും മറ്റു ഡെക്കറേഷൻസും വലിയൊരു കേക്കും. അവൾ നിൽക്കുന്ന പോലെ തന്നെയാണ് അവളെ കണ്ട് ബാക്കിയുള്ളവർ നിൽക്കുന്നത്. കുറച്ചു നേരത്തേക്ക് എല്ലാവരും ആ മുഞ്ചിൽ ലയിച്ചു പോയി. സമയം നീങ്ങുന്നു, വേഗം. കൂട്ടത്തിലൊരാളുടെ ശബ്ദം ഉയർന്നപ്പോഴാണ് എല്ലാത്തിനും സ്ഥലകാലബോധം വന്ന്. അപ്പോഴേക്കും ആദ്യം ഇറങ്ങി അവർക്കരികിലേക്ക് എത്തിയിരുന്നു. ആശി വന്ന അവളെ കൂളിംഗ് ഗ്ലാസും ബ്രൈറ്റ് ടു ബി റിബണും ഇടിയിച്ചു. അപ്പോഴാണ് പെണ്ണിന് സംഭവം കത്തുന്നത്. ഓ, ബ്രൈറ്റ് ടു ബി, അതാണല്ലേ പിങ്ക് ഗൗണൊക്കെ. ഒന്ന് സൂചിപ്പിച്ചുകൂടായിരുന്നോ? മൂക്കൊക്കെ ഒന്നുകൂടെ മിനിക്കായിരുന്നു. പൊന്നും കൂടത്തിന് എന്തിനാണ് ഈ പൊട്ട്? നീ വന്നേ. കേക്ക് വെച്ച ടേബിളിനരികിലേക്ക് റിൻഷ അവളെയും കൊണ്ട് നീങ്ങി. അങ്ങനെ കലാപരിപാടികൾ ആരംഭിച്ചു. എല്ലാം ഒപ്പിയെടുക്കാനെന്നോണം കസിൻസൊക്കെ ക്യാമറയും പിടിച്ച് 4 ഭാഗവും നിൽക്കുന്നുണ്ട്. അവൾ കേക്ക് കട്ട് ചെയ്തു. എപ്പോഴത്തെയും പോലെ തൊട്ടരികിൽ ആശയുണ്ടായിരുന്നു. ആദ്യ പീസ് അവന്റെ വായിലേക്ക് തന്നെ വെച്ചു കൊടുത്തു. പിന്നെ ഓരോരുത്തരെ വന്ന് അവൾക്കും നൽകി. സമയം 1/2 മണിക്കൂറിൽ 1 മണിക്കൂറിൽ നിൽക്കാ കുതിച്ചു പാഞ്ഞു. അപ്പോഴെല്ലാം ആളുകൾ വന്ന് തുടങ്ങിയിരുന്നു. ആദിയുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ശ്യാബിലേക്ക് ചലിച്ചുകൊണ്ടിരുന്നു. സമയം വൈകിപ്പിക്കുന്ന എനിക്ക് ദേഷ്യപ്പെടുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു അവൾക്ക്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അവനെല്ലാവരും ചിരിയോടെ നോക്കി കാണുകയായിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.